ബോയ്സ് ആൻഡ് ഗേൾസ്, ഇന്ന് ഞാനിപ്പോൾ ചെയ്യാൻ പോണ വീഡിയോ എൻ്റെ ഡ്യൂട്ടി ടൈമാണ് ഞാൻ ചെയ്യാൻ പോണത്. ഓക്കെ, ഡ്യൂട്ടി ടൈം. എൻ്റെ ഡ്യൂട്ടി ടൈമുകൾ എങ്ങനെയാണെന്ന് ഞാൻ നോക്കാം. ഇന്ന് സൺഡേ ആണ്, പക്ഷേ സൺഡേ ഈസ് എ ഫൺ ഡേ ആണ്. പക്ഷേ നമുക്ക് ഫ്രൈഡേ ആണ് ഫൺ ഡേ, കാരണം എനിക്ക് സൺഡേ ജോലിയുണ്ട്. ഫ്രൈഡേ ആണ് എൻ്റെ ഓഫ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങാം. അതിന് മുമ്പ് കൂളിംഗ് ഗ്ലാസ് എടുത്ത് വയ്ക്കാം. കൂളിംഗ് ഗ്ലാസിൻ്റെ ആവശ്യമുണ്ട്. കുഗ്രാമമേ കണ്ടോളൂ നീ കാലത്തിനും. അപ്പോൾ പോകാം എന്നാ തുടങ്ങാം. പോകാം. അപ്പോൾ നമുക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങാം. ഓക്കെ, അപ്പോൾ ഇനി പോണ വഴി എല്ലാം കാണാം. ലെറ്റ്സ് സ്റ്റാർട്ട് വീഡിയോ. നമ്മളെ വണ്ടി ഫുള്ള് കൊണ്ടുപോകത്തില്ല, കാരണം ഇവൻ അത്ര കണ്ടീഷൻ ആയതുകൊണ്ട് രണ്ടുപേര് പോകാനുള്ളത് കൊണ്ട് ഇതിവിടെ ഇരിക്കും. എൻ്റെ ഫ്രണ്ട് വരും, അവൻ്റെ വണ്ടി കയറിയാണ് ഞാൻ പോണേ. ഓക്കെ, ഇവിടെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളും എന്തൊക്കെയുണ്ട്, എന്തോ ഫ്ലാഗ് ഓഫോ KSRTC ബസ്സോ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബ്ലോഗ് എത്രത്തോളം സെറ്റാവുമെന്ന് എനിക്കറിയില്ല. ഫുള്ളും മഴയാണ്. മഴയ്ക്ക് നല്ല ചാൻസ് ഉണ്ട്. കാണിച്ചു തരാം. മഴ നല്ലതുപോലെ പെയ്യാനുള്ളത്. ഇതാണ് കോട്ടപ്പടിയല്ല, ഓടക്കാലി. ഗൈസ്, നമ്മുടെ വണ്ടി വന്നു. എത്ര ജെയിംസ് ബോണ്ടാ, മഞ്ഞക്കോട്ട. ഗൈസ്, നമ്മൾ വണ്ടിയിൽ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താ പറയുക, നമ്മൾ ഡെയിലി ഒരു ചായ ഒരു പഴംപൊരി വെച്ച് കഴിക്കുന്ന ഒരു കടയുണ്ട്. അവിടെ കയറിയിട്ട് അതോടി കുടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മളെ ചായക്കടയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു ചായ ഒരു പഴംപൊരി. ഇതാണ് ഷോപ്പ്. എടാ ജോബിന് അത് ചായ ഇടറേ. ഇതാണ് പഴംപൊരി. കൈത്തണ്ടയുടെ വലിപ്പമുള്ള പഴംപൊരി. ഒരു ദിവസം മസ്റ്റായിട്ട് നമ്മളിത് കഴിച്ചിരിക്കും എന്ന് വെച്ചാൽ. പക്ഷെ ഇവിടെ ഞാൻ 3 മുട്ട ഈ പഴംപൊരി, പക്ഷെ മുട്ട ഇപ്പം ഇല്ല. ജിമ്മിൽ പോകണമുണ്ട്. ഇപ്പം മടിയായതുകൊണ്ട് കുറേ ദിവസങ്ങൾ പോയിട്ടില്ല. അതുകൊണ്ട് പഴംപൊരി. മുട്ട ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലേ കഴിച്ചാൽ. സ്റ്റാർട്ടായി. അങ്ങനെ ചായ കഴിഞ്ഞ് വണ്ടി യാത്രയിലാണ്. ഓക്കെ, അപ്പോൾ പെട്രോൾ അടിക്കാറായി. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പറയാം, 150 രൂപ. അതാണ് ഞങ്ങളുടെ ബഡ്ജറ്റ്. അതിൽ 75 ഞാൻ, 75 അവൻ. അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. എന്നാലാണ് മുതലാവുള്ളൂ. കാക്കനാട് വരെ ഡ്രൈവ് ചെയ്തുകൊണ്ടേ, അപ്പോൾ അങ്ങനെ പോണേ. ഇന്നെന്ത് 250? വെരി റിച്ച് മാൻ. ഞാൻ 75 പക്ഷെ കൊടുക്കുള്ളൂ, അത് വേറെ കേസ്. മഴക്കാറ്, ചുവന്ന കാർ, KSRTC. ഹലോ ഗൈസ്, ഇതാണ് ഗൈസ് ഇവിടെയൊക്കെ നമ്മൾ പോകുന്നത്. ആ 2 കോർണർ കണ്ട, എവിടെ നിന്ന് നോക്കിയാലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ,
കോഴിക്കോട് എടച്ചിറയിൽ നിന്ന് ഇൻഫോ പാർക്കിൻ്റെ മെയിൻ ഏരിയയിലേക്ക് ഇറങ്ങണം. ഈ റൈറ്റ് സൈഡിൽ കാണാൻ സൈബർ ടവർ 1 ലുലു സൈബർ ടവർ 1 ഇത് സൈബർ ടവർ 1 സൈബർ ടവർ 2. ഓക്കെ, പക്ഷേ ഇതാണ് ഇൻഫോ പാർക്ക്. ഞാൻ വർക്ക് ചെയ്യുന്നത് സ്മാർട്ട് സിറ്റി, നല്ല മഴക്കാറുള്ള സ്മാർട്ട് സിറ്റി. കണ്ടോ, ഇൻഫോ പാർക്കിലല്ല ഞാൻ വർക്ക് ചെയ്യണം, സ്മാർട്ട് സിറ്റിയുടെ അകത്താണ്. നമ്മളെ ലുലു IT ടവർ. ലുലു ടവർ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടോ? അടുത്ത് വന്നിട്ട് കാണിച്ചു തരാം. സ്പീഡ് ബ്രേക്കേഴ്സ് ഇതാണ് ടവർ 1. ഞങ്ങൾ പറയും സൗത്ത് ടവർ. ലെഫ്റ്റ് സൈഡിലുണ്ട് ഒരു ടവർ. അപ്പോൾ ഇതാണ് എൻ്റെ വർക്ക് പ്ലേസ്. അപ്പോൾ നമ്മൾ ഓഫീസിലെത്തി. ഇത് പാർക്കിംഗ് ഏരിയ ആണ്. അപ്പം നമുക്ക് പോകേണ്ടത് മേളിലേക്കാണ്. അവിടെയാണ് എൻ്റെ പ്ലാന്റ്. ഓക്കെ, 2 മിനിറ്റിലെ മറ്റേ ഗ്യാപ്പിലാണ് ഞാൻ പഞ്ച് ഔട്ട് ചെയ്തത്. അല്ലെങ്കിൽ ഇന്നത്തെ സാലറി പോയനെ. ഗൈസ്, അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. അതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല. സേഫ്റ്റി മസ്റ്റ്. അതുകൊണ്ട് അതൊന്നും കാണിക്കത്തില്ല. ബാക്കി കുറേ കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ പോയിട്ട് വരാം. പക്ഷേ ഇത് കണ്ടിന്യൂ ആണ്, നിങ്ങൾ പോരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ പോകാം. 29 മെയിൻ ടെറസിൻ്റെ മേളിൽ പോയിട്ടുള്ള ഏറ്റവും വലിയ വ്യൂ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് സർവീസ് ലിഫ്റ്റ് ആണ്. നമുക്ക് വേറെ ലിഫ്റ്റ് ഉണ്ട്, പക്ഷെ ആ ലിഫ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്ലോറുകളൊന്നും ഓപ്പൺ അല്ല. അതുകൊണ്ട് നമ്മളവിടെ പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ കിടക്കും, വേറെ എവിടെയും പോകില്ല. അപ്പോൾ സർവീസ് ലിഫ്റ്റ് കയറിയാണ് നമ്മൾക്ക് മാക്സിമം 29th ടെറസിലേക്ക് പോകാൻ. 29th ടെറസ് അല്ല, പിന്നെയും തെറ്റി. 29th പിന്നെയും മുന്നോട്ട് കയറണം, എന്നാലാണ് ടെറസിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഗായ്സ്, നല്ല മഴയാണ് ഗായ്സ്, നല്ല മഴ. ഇതാണ് ഗായ്സ് ഞങ്ങളുടെ ടവറിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ. റോക്കി ബായ് പറഞ്ഞ പോലെ ദുനിയ വളരെ ഏറ്റവും ടെറസല്ലേ എന്ന് വെച്ചാൽ 29th ഫ്ലോറിൻ്റെ ഏറ്റവും മേളിൽ നിന്നുള്ള വ്യൂ. ഇതാണ് എറണാകുളം. ആ കാണണ്ടോ, ആ കാണുന്നതാണ് ഇൻഫോ പാർക്ക്. അതിലാ മറ്റേ ആ ബ്ലൂ ബിൽഡിംഗ് കണ്ടോ ഇങ്ങനെ വരെയൊക്കെ ഉള്ളത്, അത് സൈബർ ടവർ. ലുലുവിൻ്റെ സൈബർ ടവർ 2 ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇപ്പോൾ സൈബർ ടവർ 1. പിന്നെ അങ്ങനെ കുറേ കമ്പനികളുള്ള ഏരിയ ആണ്. താഴത്തേക്കുള്ള വ്യൂ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഞാൻ വരുന്ന എൻട്രൻസ്. ഇതാണ് അടുത്ത ടവർ. ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ സൗത്ത് ടവർ, അത് നോർത്ത് ടവർ. ഈ 2 ടിൻ ടവറാണല്ലോ, അതിനകത്ത് ഒരു ടവറാണിത്. ഒരു ടവറിൻ്റെ മേളിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ഈ കാണുന്നത് കണ്ടോ, ഈ കാണുന്നത് ഒരു ടവറിൻ്റെ ഒരു ടവറല്ല, ഒരു ബ്ലോക്കിൻ്റെ ടെറസാണിത്. അതൊരു 4 ഫ്ലോർ തന്നെ അമ്യൂണിറ്റി ഏരിയ എന്ന് പറയും. അവിടെയാണ് നമ്മുടെ ഫുഡ് കോർട്ട് കാര്യങ്ങളൊക്കെ, ഓഡിറ്റോറിയം, അങ്ങനത്തെ മെയിൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതൊക്കെ നമ്മൾ വരുന്നത് ഒരുമാതിരി എന്താ കമ്പനികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരിക. കണ്ടോ, ഈ കാണുന്നതാണ് അതിൻ്റെ
കറക്റ്റ് സെൻറ്റർ വരും ഈ ബിൽഡിങ്ങിൻ്റെ. ഇതാണ് 15ാമത്തെ ഫ്ലോർ. അതിന് മേളിലോട്ടാണ്. പിന്നെ 16, 17, 18, 19, 29 വരെ ഇങ്ങനെ പോകും. ഓക്കെ. അപ്പോൾ ഇതാണ് ടെറസ്. കണ്ടോ ഇതുണ്ടോ, ഇത് ഈ കിടക്ക് ഇങ്ങനെ കുറേ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കണ്ടോ പച്ചപ്പ് നിറഞ്ഞ ഒരു സെറ്റപ്പാണ് മൊത്തം. അവിടെ ബിൽഡിങ്സ് ഒന്നും ഇല്ല കേട്ടോ, പൊതുവേ ബിൽഡിങ്സൊക്കെ കുറവാണ്. പിന്നെ കണ്ടോ ഇവിടെയൊക്കെ പുതിയ ബിൽഡിങ്ങുകൾ ഉണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ കുറേ. ഇത് സ്മാർട്ട് സിറ്റിയുടെ അകത്താണ്. പിന്നെ ഇന്ന് നല്ല മഴക്കാറുള്ള സമയം. ഇവിടെ വന്ന് കയറിയപ്പോൾ മഴയുണ്ടായിരുന്നു, ഇപ്പോൾ മഴയില്ല. ഓക്കെ, ഹൗ ഈസ് ഇറ്റ്? എങ്ങനെയുണ്ട് ഞങ്ങളുടെ ടോപ്പ് വ്യൂ? കമൻറ്റ്. ഞങ്ങൾക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. എനിക്ക് പോകേണ്ട ടവർ നോർത്ത് ടവറായിരുന്നു. ഞാൻ ഇപ്പം നിങ്ങളെ ഇച്ചിരി മുമ്പ് ടെറസ് കാണിച്ചില്ലേ, അത് സൗത്ത് ടവറിൻ്റെ ടെറസാട്ടോ. ഇപ്പം നീ കാണിച്ചു തരാം. ഇതുണ്ടോ, ആ കാണുന്നുണ്ടോ? ഇപ്പം ആ കാണുന്ന ടെറസിൽ നിന്നാണ് നമ്മൾ ആദ്യം വീഡിയോ എടുത്തത്. അവിടെ ഇപ്പുറം കാണിച്ചില്ലേ, ഇതാണ് നോർത്ത് ടവർ. നോർത്ത് ടവർ എന്നുള്ള വ്യൂ ഇത് ഇങ്ങനെയാണ് ഒരു സ്ഥലത്തിൻ്റെയൊക്കെ. അതിൻ്റെ താഴെ ഇങ്ങനെ. ഓക്കെ, നിങ്ങളോട് പറഞ്ഞില്ല ഇത് ടിൻ ടവറാണ്. അപ്പോൾ ഈ ടെറസ് തമ്മിൽ വലിയൊരു വ്യത്യാസം ഒന്നുമില്ല. നിങ്ങൾ വിചാരിക്കും എന്താണ് ആ ടെറസും ഈ ടെറസും തമ്മിലുള്ള വ്യത്യാസം എന്നല്ലേ. എനിക്ക് പറയാൻ പറ്റിയ വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ അവിടെ ഒരു ട്രേ ഉണ്ടായിരുന്നു, ഇവിടെ ട്രേ ഇല്ല. ബാക്കിയൊക്കെ കറക്റ്റ് ഡിക്റ്റോ സാധനമാണ്. അതാണ് ഈ ടെറസിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ഈ സൈഡുള്ള വ്യൂ ഉണ്ടോ, ഇവിടെയും ഉണ്ട് ആ പുഴകൾ. അങ്ങനൊരു ചെണ്ട മേളം കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പിന്നെ കഴിച്ചത്. കണ്ടോ, ഇതാണ് ഇപ്പോൾ പറഞ്ഞ സൗത്ത് ടവർ. നമ്മൾ ഫസ്റ്റ് ടൈം പോയി തന്നെ സൗത്ത് ടവർ. ഇത് കണ്ടോ, അങ്ങറ്റത്ത് കണ്ടോ, അങ്ങറ്റത്ത് ഇങ്ങനെ ഫൂം ഫൂം ഫൂന്ന് പുക വന്നുകൊണ്ടിരിക്കണുണ്ടോ. അതാണ് കൊച്ചിൻ റിഫൈനറികളല്ല റിഫൈനറി. അതാണ് കൊച്ചിൻ റിഫൈനറി. ഇത് രാത്രിയാകുമ്പോൾ ഇങ്ങനെ കുറേ മിന്നാമിന്നികൾ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കണ പോലെ കുറേ ലൈറ്റുകളൊക്കെ ഉണ്ടാവും. അതൊരു രാത്രി വ്യൂവിലേ വരുള്ളൂ. അത് ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ നൈറ്റ് ഇവിടെ കയറുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ വേറെ ബാക്കി വ്യൂ ഉണ്ടോ. ആദ്യം നമ്മൾ ഏകദേശം അങ്ങറ്റത്തെ കോർണറിൽ നിന്നാണ് വീഡിയോ എടുത്തത്. ഓക്കെ, കിണ്ണൻ അടിപൊളി. ഇതാണ് ഞങ്ങളുടെ ടെറസ്. നല്ല വെയിലാണ്. ഈ ഫ്ലോർ ഇങ്ങനെ വൈറ്റ് അടിച്ചുകൊണ്ട് കണ്ണിലേക്ക് ഒന്ന് അടിച്ചിട്ട് കണ്ണൊക്കെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങൾ എനിക്ക് മൊത്തത്തിലൊന്നും കാണിക്കാൻ പറ്റത്തില്ല, കാരണം നമുക്കങ്ങനെ കാണിക്കാൻ ശരിയല്ലല്ലോ. അതുകൊണ്ട് ബാക്കി മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ പാർക്കിംഗ് എന്നുള്ള എസ്കലേറ്ററാണ്. ഇത് വന്നിട്ട് നേരെ കയറി ചെല്ലാം ഗ്രൗണ്ടിലേക്കാണ്. ഗ്രൗണ്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് എന്നാണെന്നറിയാം, മഴയാണ് ഗൈസ്. അപ്പോൾ അത് നല്ല വെയിലും മഴയുണ്ട്. നല്ല കിണ്ണൻ വ്യൂവിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇത് നമ്മുടെ ഗ്രൗണ്ട് എന്ന് പറയാം. ഗ്രൗണ്ടിൽ ഇത് വന്നിട്ട് അമ്യൂണിറ്റി, ഇത് വന്നിട്ട് നോർത്ത്. പിന്നെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് അമ്യൂണിറ്റിയിലാണ്, സൗത്ത് അപ്പർ സൈഡിലാണ്. ഓക്കെ, അങ്ങനെ കുറേ നീണ്ട് നിവർന്ന് കിടക്കുകയാണ്. അപ്പം ഞാൻ അടുത്ത ഫുഡ് കോർട്ട് കാണിച്ചു തരാം. ഫുഡ് കോർട്ടൊന്നും ജസ്റ്റ് ഓപ്പൺ എന്നല്ല. ഇതുണ്ടോ, ഇതാണ് ഫുഡ് കോർട്ടിലേക്ക് നമുക്ക് കയറാനുള്ള എസ്കലേറ്റർ. കുറേ ഉണ്ട് എസ്കലേറ്റർ. You are approaching exit. Be careful. ഇതാണ് ഫുഡ് കോർട്ട് ഏരിയ. ഫുഡ് കോർട്ട് ഏരിയ എന്ന് പറയാനില്ല, അത് കുറച്ചൊക്കെ ഇങ്ങനെ ചെയർസും കാര്യങ്ങളൊക്കെ ഇട്ട് ഇവിടെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് വന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ട്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ചെയറൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഈ IT പ്രൊഫഷണൽസ് ഗേൾസ് ആൻഡ് ബോയ്സ് ഇവിടെ വന്നൊക്കെ ഫുഡൊക്കെ കഴിക്കാറുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഉള്ള കമ്പനിയിലെ ആൾക്കാരൊക്കെ. അല്ലാതൊന്നും അത്ര ഇല്ല. പിന്നെ ഇവിടെ ആകെയുള്ളത് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇവിടെ ഇപ്പോൾ നിലവിൽ ഈ ചെറിയ ഷോപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്നാണ് നിങ്ങൾ ചായ കുടിക്കാറ്. ചായ കുടിക്കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ അവിടെ നിന്ന് കുടിക്കും, പിന്നെ അത് കഴിഞ്ഞ് 10 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് കുടിക്കും, അത് പിന്നെ 4 മണി ഒരു 5 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് കുടിക്കും, പിന്നെ പോണ വഴി കുടിക്കും. ഞാനൊരു 3-4 തീറ്റയ്ക്ക് ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് കയറുന്നത്. പിന്നെ ഇവിടുത്തെ നല്ല ഫുഡാണ്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്, കുറേ സാധനങ്ങൾ ഇവരെ കൊണ്ടുവരും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്നാക്സ്. അതിൻ്റെ പേരെന്ന് പറയാം. അപ്പോൾ ചേട്ടാ ഇതിൻ്റെ ലെപ്പുറത്തിരിക്കുന്ന സാധനം ദപ്പുറത്തെ സാധനം എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ മേടിച്ച് തിന്നണത്. എങ്ങനെ പോയാലും നല്ലൊരു ഫുഡ് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ. ചില്ലൗട്ട് എന്നാണ് ഇവരെ ഷോപ്പിൻ്റെ പേര്. ഇത് അവിടെ ആ പച്ച പാത്രം കണ്ട, അതിൽ ആപ്പിൾ ഇരിപ്പുണ്ട്, വേണം എടുത്ത് കഴിക്കാം. ചുമ്മാ കണ്ടോ, എടുത്ത് കഴിക്കാൻ പറ്റത്തില്ല. നമ്മളെ ഫുഡ് കോർട്ടിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങാം. ഇനി ഗ്രൗണ്ട് കാണിച്ചു തരാം. ഇതാണ് ഫുഡ് കോർട്ടിൽ നിന്ന് താഴോട്ട് പോണ എസ്കലേറ്റർ.
നൈസ് എക്സ്കലേറ്റർ, നല്ല ലോങ് എക്സ്കലേറ്റർ. പക്ഷേ ഇതിൽ ലോങ് എക്സ്കലേറ്ററാണ് നമ്മുടെ ഗ്രാൻഡ് എൻട്രിയിലേക്കുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര ഇതാണ്. കാരണം കണ്ടോ, ഇപ്പം മഴ മാറി. ഇതാണ് നമ്മുടെ അമ്യൂണിറ്റിയുടെ മെയിൻ എൻട്രൻസ്. ഓക്കെ, മെയിൻ എൻട്രൻസ് അല്ല. ഹലോ ഗൈസ്, ഇതാണ് ഒരു ടവർ. ഇവിടെ ഈ ഏരിയയിൽ നമുക്ക് ഒടുക്കത്തെ കാറ്റായിരിക്കും, ഒടുക്കത്തെ കാറ്റ്. ആകാശമൊക്കെ നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുക. ഒരു കാര്യം കാണിച്ചു തരാം കേട്ടാ. ഇത് കണ്ടോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ അതിൻ്റെ സൈഡിലൊക്കെ ചെടിയൊക്കെ വെച്ച്. അത് മെയിൻ റോട്ടിൽ നിന്ന് വന്ന് കയറണ സ്പേസാണ്. അവനെ നമ്മൾ ആ പറയുന്ന സ്പേസ് ഗ്രാൻഡ് എൻട്രി എന്നാണ് സ്പേസ് എന്ന് പറഞ്ഞാൽ. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതുപോലെ ഇപ്പോൾ ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ നിൽക്കണുണ്ടോ, അവൻ വലുതാവുള്ള അവനാണ് യൂട്യൂബറാണ് സാർ, യൂട്യൂബർ. അത് എൻ്റെ വേറൊരു യൂട്യൂബറാണ്. അവൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അവൻ്റെ യൂട്യൂബ് ചാനലിൽ എടാ, നിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്നടാ പറ. ആ, ഈ വൈബ്സ് വിത്ത് അപർണ വിഷ്ണു. അവൻ്റെ ചാനലോട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അവനൊക്കെ ഫാമിലി വ്ളോഗറാ, നമ്മളൊക്കെ സിംഗിൾ വ്ളോഗറാ. സപ്പോർട്ട് ചെയ്യണം കേട്ടോ അവനും വേണ്ടി. ഓക്കെ, ഇത് കണ്ടോ. പിന്നെ കുറേ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഇവരെ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ പ്ലാൻസ് ചെയ്യുന്ന ടീമിൻ്റെ പേര് എന്തോ ഗ്രീൻ ടെക്ക, അങ്ങനെ എന്തോ സംതിങ്, അങ്ങനെ എന്തോ ഒരു കമ്പൺ ടീം തന്നെയാണ് അവർക്ക് പ്ലാനൊക്കെ ചെയ്യണേ. ചെടി എന്തൊരു ചെടി. പിന്നെ കണ്ടോ, ഇത് കുറേ ഇങ്ങനത്തെ മെറ്റൽസിൻ്റെ മഷ്റൂം. പിന്നെ അത് കണ്ടോ, അവിടെയായിട്ട് എന്തൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഒരു മഷ്റൂമൊക്കെ ഉണ്ടാക്കി വെച്ചേ. പിന്നെ ആ സ്ട്രെയിറ്റ് കാണുന്നുണ്ടോ, അവിടെ ആയിരിക്കും നമ്മുടെ ഓണർ സർ യൂസഫ് അലി സാറൊക്കെ വന്നു കഴിയുമ്പോൾ ലാൻഡ് ചെയ്യുന്ന ഹെലിപ്പാഡാണ് കാണുന്നത്. അവിടെ ഇറങ്ങിയിട്ട് ആളാ മറ്റേ ബ്രിഡ്ജ് വഴി ഇങ്ങോട്ട് വരും. ഇവിടെ കുറേ സീ ടൈപ്പ് പോഡിയംസ് എന്ന് പറയുന്നത്, വാട്ടർ ബോഡി. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതായിട്ട് കണ്ട സീ ടൈപ്പ്. അങ്ങോട്ടൊക്കെ ഓരോ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ബിൽഡിങ്ങിൻ്റെ ടോപ്പ് ഭയങ്കര സ്ട്രക്ചറാണ്, ഭയങ്കര സ്ട്രക്ചർ. കണ്ടോ ഇപ്പോൾ കണ്ടോ ഈ ഇങ്ങനെ ഇവിടെ അത്ര ദൂരം കണ്ട ഇത് ഈ അടുത്തുണ്ടോ, ഈ സാധനത്തിലൊക്കെ ഇങ്ങനെ കുറേ നോക്കി ഇരിക്കാം. ഈവനിങ് ഒക്കെ നല്ല രസമായിരിക്കും ക്ലൈമറ്റ്. കാരണം ഈ വെയിലൊക്കെ കുറഞ്ഞിട്ട് നല്ല കാറ്റോട് കൂടി സെറ്റായിട്ടിരിക്കുക. ഇപ്പോൾ ഈ കാണുന്നുണ്ടോ, ഈ സൗത്ത് ടവർ, അബിലിറ്റി നോർത്ത് ടവർ, ഇങ്ങനെയാണ് കിടക്കണേ കേട്ടോ. വളരെ സെറ്റപ്പാണ്. ഇപ്പോൾ ഇത് മഴ പെയ്തുകൊണ്ടാണ് ഇങ്ങനെ വെള്ളമൊക്കെ കിടക്കണേ. പിന്നെ കുറച്ച് വർക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഈ ലൈറ്റൊക്കെ ഇങ്ങനെ, ആ ലൈറ്റൊക്കെ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സാണ് ഗൈസ്. അത് ഫ്രണ്ട്സിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ. അവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഇത്ര ഇടയിൽ എവിടെ കാണാനാ. രാവിലെ ഒന്നും പലരും കണ്ട്, പിന്നെ എവിടെയെങ്കിലൊക്കെ വെച്ച് ഇങ്ങനെ യാദൃശികമായിട്ട് കണ്ട് അത് കണ്ട ഈ ലൈറ്റൊക്കെ തെളിയിക്കും അവന്മാർ. സൂപ്പറാണ്. പിന്നെ അതുപോലെ അതിൽ വെള്ളം നിറയ്ക്കുന്നത് എൻ്റെ ഫ്രണ്ട്സാണ്. അതും നമ്മുടെ കുറേ കൂട്ടുകാരാണ്. അവരൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ അവരൊക്കെ ഒന്നും അങ്ങനെ കാണാൻ പറ്റത്തില്ല. ബിസി മാനുകളാണ് അവരൊക്കെ. പിന്നെ വളരെ നല്ല ക്ലൈമറ്റാണ്. നല്ല പിന്നെ വാം, നല്ല സോഫ്റ്റ് പ്ലേസാണത്. കണ്ട ആകാശമൊക്കെ ഉണ്ടോ, ഭയങ്കര സെറ്റപ്പല്ലേ. കുറേ ബിൽഡിങ്സൊക്കെ ഉണ്ട്. ആ ബിൽഡിങ്ങൊക്കെ ഇച്ചിരി അതൊക്കെ പിന്നെ പറയാം. അത് ഇത് കിണ്ണൻ വ്യൂ ഒക്കെയാണ് ഇവിടെ കേട്ടാ. അപ്പോൾ ഇനി എന്നാന്നറിയോ, നമുക്ക് അടുത്ത് അതിന് നെക്സ്റ്റ് ഞാൻ ഗ്രാൻഡ് എൻട്രി കാണിച്ചു തരാം. കിണ്ണൻ ഗ്രാൻഡ് എൻട്രി. ഓക്കെ, ഈ വഴി പോവാം. വിഷ്ണു, ഈ വഴി പോവാം ഗൈസ്. അപ്പോൾ നമ്മളെ ഇനി എസ്കലേറ്റർ ഇറങ്ങിയിട്ട് ഗ്രാൻഡ് എൻട്രിയിലേക്ക് വേണം. ഓക്കെ, ഇതാണ് ഗ്രാൻഡ് എൻട്രീന്ന് താഴത്തോട്ടുള്ള എസ്കലേറ്റർ. പുറകെ കുറേ തൂണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ, തൂണ് താഴോട്ട് ഇറങ്ങാം. ഈ എസ്കലേറ്റർ കഴിഞ്ഞിട്ട് അടുത്തൊരു എസ്കലേറ്റർ കൂടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഗ്രാൻഡ് എൻട്രിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓ ഗൈസ്, അപ്പോൾ നമ്മളെ ഗ്രാൻഡ് എൻട്രി എത്തി. ഇതാണ് ഗ്രാൻഡ് എൻട്രി. ഇതിപ്പോൾ ഇവിടെ വെട്ടം കുറവായിരിക്കും. ചെടിയൊക്കെ ഉണ്ടോ, ചെടിയൊക്കെ ചൈനയിൽ കൊണ്ടുവന്ന അങ്ങനെ പ്ലാൻ ചെയ്താണ് ഇത് ഓരോന്നും. ഇത് കണ്ട, ഇതാ എസ്കലേറ്റർ. ഇത് കണ്ട, ഇതൊക്കെ ഉണ്ട്. ഈ
ഈ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ടത് ഇതൊക്കെ ഹാൻഡ് മെയ്ഡായിരിക്കും. ഇങ്ങനെ ചെത്തി ഉണ്ടാക്കി ഇതിൽ നിന്ന് രാത്രി ഇങ്ങനെ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ പറന്നിട്ട് ഒരു പിങ്ക് കളറിലൊക്കെ ലൈറ്റൊക്കെ ചെയ്യിക്കും. അത് രസമാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്, കിണ്ണനാണ്. പിന്നെ ഇതാണ്ട ഇത് കുറേ ഉണ്ട്. ഇത് കണ്ടോ നമ്മുടെ ഗൾഫിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പന. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ചൈനീസ് മെയ്ഡാന്നാണ് പറഞ്ഞത്. പിന്നെ കണ്ടോ ഇത്രൻ്റെ ഹൈറ്റ് കണ്ടോ, ഇത് നിങ്ങൾക്ക് ഫോട്ടോ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവില്ല. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതേ ഇപ്പോൾ കണ്ടോ ആ പില്ലർ കണ്ടോ, ആ പില്ലറുണ്ടോ, ഈ പില്ലറുള്ള പണിത കാശുണ്ടെങ്കിൽ എനിക്കിവിടെ പണിക്കേണ്ട ആവശ്യമില്ല. ഒമ്മാതിരി പില്ലറൊക്കെ പണിത് വെച്ചേ. കൈ വയ്ക്കുമ്പോൾ കാണിച്ചു തരാം. എൻ്റെ കൈയൊന്നൊന്നുമല്ല അതിനകത്ത്, അമ്മാതിരി പില്ലറൊക്കെ ഇത് പണിത് വെച്ചേ. ഇതാണ് ഓവറോൾ ഗ്രാൻഡ് എൻട്രിയുടെ വ്യൂ. പിന്നെ അവിടെ കണ്ടോ അവിടെ ഒരു ഗ്ലാസ് ലിഫ്റ്റ് ഉണ്ട്. അതൊക്കെ ഇപ്പോൾ വർക്കിംഗ് ആയിരിക്കുമോ എന്ന് എനിക്കറിയില്ല. ഇതായിരിക്കും എൻ്റെ ഫ്രണ്ട്, ഇതായിരിക്കും മെയിൻ എൻട്രൻസ്. ഓക്കെ, ലുലുവിൻ്റെ മെയിൻ ഗ്രാൻഡ് എൻട്രി കേട്ടോ. ഇതാണ് ഫ്രണ്ട്. മേളിലേക്ക് നോക്ക്, അവിടെ വെച്ചിട്ടുണ്ടോ ലുലു IT ഇൻഫ്രാ ബിൽഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എത്രത്തോളം കാണാൻ പറ്റുന്ന അറിയില്ല. ഇതിൻ്റെ പുറത്തുള്ള വ്യൂ കണ്ടതാണല്ലോ, അപ്പോൾ അത് ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ വ്യൂ. ഐസ് കണ്ടോ ലുലു IT ട്വിൻ ടവർ, അതാണ് അതിൻ്റെ നെയിം ബോർഡാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. ഇതാണ് അതിൻ്റെ വ്യൂവിലേക്ക് പോവാണ്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ. മൊത്തം ക്യാമറ കിട്ടത്തില്ല. പക്ഷെ നമ്മൾ എൻട്രി ചെയ്യണത് ഇതിൽ അല്ല കേട്ടോ. നമ്മൾ എൻട്രി ചെയ്യണത് ഞാൻ കാണിച്ചു തന്നില്ല ആദ്യം ആ വഴി കൂടെ. ഇതൊക്കെ നല്ല മെയിൻ ടീംസ് സാർമാരൊക്കെ അവർ, പിന്നെ വലിയ കമ്പനീസിലെ ആൾക്കാരൊക്കെ ഈ വഴിയാണ് എൻട്രി ചെയ്യണത്, കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ. പിന്നെ ആ വഴിയുണ്ട്, 3-4 ഗേറ്റ് ഉണ്ട്. അപ്പോൾ ഈ 3-4 ഗേറ്റ് വഴിയായിരിക്കും അവർ തന്നെ. നമുക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ നേരെ അവിടെ പോകും. ആദ്യം കാണിച്ച വഴിയില്ലേ ആ വഴി. ഇതാണ് എൻ്റെ നെയിം ബോർഡ്. പിന്നെ ഇത് സ്മാർട്ട് സിറ്റിയുടെ വഴിയാണ്, അങ്ങനെ നീണ്ടു വന്നെടുക്കണം. അപ്പം അങ്ങനെയാണ് കേട്ടോ. ഇവിടെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ ചെടി. പിന്നെ ഗൈസ് മലയാളം വിട്ടിട്ടില്ല. ലുലു IT ട്വിൻ ടവർ നല്ല ഗോൾഡൻ ഷെയ്ഡിൽ ചെയ്ത് വെച്ചേക്കാം. ഹലോ ഗായ്സ്, അപ്പോൾ അതെ വീഡിയോ വൈൻഡ് അപ്പ് ആകാൻ പോവാണ്. ഇത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ തിരിച്ച് പരിപാടിയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. എസ്കലേറ്റർ തീരാറായി, അതിന് മുമ്പ് തിരിച്ചു നിൽക്കണം. ഓക്കെ, ബൈ.